ഓക്കെ, വെൽക്കം ബാക്ക്. സോ അപ്പോൾ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 3 കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ അതിൻ്റെ റിക്വയർമെൻറ്റും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ എന്താണ് നമ്മുടെ പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫി? അപ്പോൾ ട്രഡീഷണൽ പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയാം. സോ അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ കീ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും അവിടെ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. സോ പ്രൈവറ്റ് അല്ലെങ്കിൽ സീക്രട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ കീ ഉപയോഗിച്ചിട്ടാണ് ക്രിപ്റ്റോഗ്രഫിയിൽ ആ ഒരു സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ എൻക്രിപ്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കീ, അതായത് ഒരു കീ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സെൻഡറും റിസീവറും ഈ കീ ഷെയർ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കീ ഡിസ്ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതെങ്കിൽ ഈ കീ ആരെങ്കിലും ആക്സസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എൻക്രിപ്ഷൻ്റെ ഒന്നും അതിനൊരു മീനിങ് വരില്ല, അല്ലേ? സോ അപ്പം സിമെട്രിക് എൻക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടീസും കോമൺ ആയിട്ട് ഒരു കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു മീനിങ് ഉണ്ടാവില്ല ഇഫ് അവർ കീ ഈസ് ഡിസ്ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയാണ്. സോ ഇത് കുറെ കൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വന്ന ഒരു ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്കാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി. സോ അപ്പോൾ ഇവിടെ രണ്ട് കീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. ഓക്കെ, അപ്പോൾ പബ്ലിക് കീ ആർക്കൊക്കെ അറിയാം, അവർക്ക് എന്ത് ചെയ്യാം, മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്യാം. പബ്ലിക് കീ ഉള്ളവർ എന്തൊക്കെയാണ്, ആർക്കാണോ അയക്കേണ്ടുന്നത് അവരെന്ത് ചെയ്യുക, ആ സെൻഡറും റിസീവറും ഉണ്ടാവുമല്ലോ, നമുക്ക് സെൻഡറും ഒരു റിസീവറും ഉണ്ടാവും. സോ റിസീവറിൻ്റെ പബ്ലിക് കീ സെൻഡറിന് അറിയാമെങ്കിൽ സെൻഡർ എന്ത് ചെയ്യും, റിസീവറുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവരുടെ പ്രൈവറ്റ് കീ ഉണ്ടെങ്കിൽ മാത്രമേ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അസിമെട്രിക് എന്ന് ഇതിന് പേര് വിളിക്കാൻ കാരണം രണ്ട് പാർട്ടീസും ഒരേപോലെ അല്ല വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കീസ് എന്ന് പറയുന്നത് ഒരുപോലെ അല്ല എന്നുള്ളത് കൊണ്ടാണ്. സോ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അതിനെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നു. രണ്ട് കീസ് വരുന്നുണ്ട്, ഒരു പബ്ലിക് കീ വരുന്നുണ്ട്. അതെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കീ ആയിരിക്കും പബ്ലിക് കീ. അത് ഉപയോഗിച്ചിട്ടാണ് മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നിങ്ങൾക്ക് അത് കേട്ടിട്ടുണ്ടാവും. സോ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പബ്ലിക് കീ ആയിരിക്കും. ദെൻ പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോഴത്തേക്കും റെസിപ്പിയൻസിന് മാത്രം, അതായത് ആ ഡേറ്റ കിട്ടുന്ന അവർക്ക് ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ റെസിപ്പിയൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കീ ആണ് പ്രൈവറ്റ് കീ. മെസ്സേജസിനെ ഡിക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിഗ്നേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനും ഈ പ്രൈവറ്റ് കീ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് അസിമെട്രിക് എന്ന് വിളിക്കാൻ കാരണം ആരാണോ എൻക്രിപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത ആൾക്ക് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യാനോ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാനോ കഴിയില്ല. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ അസിമെട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ ബോബ് എന്ന് പറയുന്ന ആള്, ബോബ്. സോ ദിസ് ഈസ് ബോബ് ആൻഡ് ദിസ് ഈസ് ആലിസ്. അപ്പോൾ ബോബിൻ്റെ സൈഡിൽ ബോബ് എന്താണ്, ആലീസിനൊരു മെസ്സേജ് അയക്കണം. സോ അതാണ് ബോബിൻ്റെ എയിം. സോ ബോബിൻ്റെ കയ്യിലൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അത് ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നു, ഒരു അസിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് RSA എന്ന് പറയുന്ന എൻക്രിപ്ഷൻ അൽഗോരിതം. സോ ഈ എൻക്രിപ്റ്റ് ചെയ്യാൻ, അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ബോബ് യൂസ് ചെയ്യുന്നത് ആർക്കാണോ അയക്കേണ്ടുന്നത് അവരുടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ ബോബിൻ്റെ കയ്യിൽ പല ആൾക്കാരുടെ പബ്ലിക് കീസ് ഉണ്ട്. ഇപ്പോൾ ബോബിൻ്റെ പബ്ലിക് കീ റിങ്ങിൽ നിങ്ങൾക്ക് കാണാം പല ആളുകളുടെ പബ്ലിക് കീസ് ഉണ്ട്. സോ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അവരുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്യുക. സോ ഈ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ദാറ്റ് ഈസ് സൈഫർ ടെക്സ്റ്റ് ആണ് നമ്മളുടെ റിസീവർ സൈഡിൽ എത്തുക. അപ്പം നമ്മളുടെ റിസീവർ എന്ന് പറയുന്നത് ഇവിടെ ആലീസ് ആണ് റിസീവർ. സോ ആലീസിന് ഈ മെസ്സേജിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആലീസ് ഷുഡ് ഡിക്രിപ്റ്റ് ഇറ്റ്.
റൈറ്റ്. അപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടുള്ളത്? ആലിസിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് വേണം ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ. സോ അവിടെ ഒരു ഡിക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച് എൻക്രിപ്ഷൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഡിക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും സൈഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ആലിസിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്താൽ മാത്രമേ ഈ വരുന്ന മെസ്സേജ് സൈഫർ ടെക്സ്റ്റിൽ നിന്നും ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ അപ്പോൾ ഇവിടെ ഈ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആലിസിൻ്റെ പബ്ലിക് കീ ആണ് യൂസ് ചെയ്തത്. ആലിസ് ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് ആലിസിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ അസിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോറിതം വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു സിനാരിയോ നമ്മൾ പറയുന്നത്, ഇതിപ്പം എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു സിനാരിയോ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓതൻറ്റിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ബോബ് എന്ന് പറയുന്ന ആൾ, ഇതാണ് നമ്മുടെ ബോബ്. സോ ബോബ് എന്താ ചെയ്യുന്ന, അയാളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചൊരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സൈഫർ ടെക്സ്റ്റിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ആലിസിന് അറിയണമെങ്കിൽ ആലിസ് എന്ത് ചെയ്യണം? ഡിക്രിപ്റ്റ് ചെയ്യണം. സോ ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് ആലിസിന് എന്ത് വേണം? ഒരു കീ വേണം. സോ ആലിസ് യൂസ് ചെയ്യുന്ന കീ എന്താണ്? ബോബിൻ്റെ പബ്ലിക് കീ. അപ്പോൾ ബോബിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടായിരിക്കും ആലിസ് എന്ത് ചെയ്യുക? ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്ത് ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യമാണ് കണ്ടത്. ഒന്ന് എൻക്രിപ്ഷനിൽ എങ്ങനെയാണെന്നുള്ളതും കണ്ടു. ദെൻ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി? ഇവിടെ രണ്ട് കീ ഇഷ്യൂസ് വെച്ചിട്ടാണ്. കീ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രശ്നമായിരുന്നു നമ്മളുടെ അസിമെട്രിക്കിൽ എന്ന് പറയുമ്പം എല്ലാവരും ഒരു കീ തന്നെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ തരുന്ന കീ അല്ലെങ്കിൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഷെയർ ചെയ്യുന്ന കീസ് തന്നെയാണ് സെൻറ്ററും റിസീവറും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കീ എങ്ങനെ രണ്ട് പേർക്കിടയിലായിട്ട് ഷെയർ ചെയ്യുന്നു? അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ എൻക്രിപ്ഷൻ ഒരു മീനിങ്ങും ഇല്ല. സോ അപ്പം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അസിമെട്രിക്കിൽ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ കീ ഡെലിവറിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ പ്രൈവറ്റ് കീ വേറെ ആർക്കും അറിയത്തതുമില്ല. സോ അതാണ് നമ്മളുടെ ഈ രണ്ട് കീ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കീ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കാണോ പ്രൈവറ്റ് കീ ഉള്ളത് അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പബ്ലിക് കീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ സിഗ്നർ വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും. സോ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിലേക്ക് മാറിയത്. അതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ പറയാം? കമ്പ്യൂട്ടേഷനലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് ഡിസ്ക്രിപ്ഷൻ കീ നോയിങ് ഓൺലി അൽഗോറിതം ആൻഡ് എൻക്രിപ്ഷൻ കീ. അതായത് ഡിക്രിപ്ഷൻ കീ, അതായത് പ്രൈവറ്റ് കീ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻക്രിപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് കീ യൂസ് ചെയ്യാം. അപ്പോൾ പബ്ലിക് കീയും അൽഗോറിതം മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാൾക്ക് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടേഷനലി ഇൻഫീസിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് അത്ര നമുക്കൊരിക്കലും പോസിബിൾ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാമായിരിക്കും. ദെൻ കമ്പ്യൂട്ടേഷനലി ഈസി ടു എൻക്രിപ്റ്റ് ആൻഡ് ഡിക്രിപ്റ്റ് മെസ്സേജസ് വെൻ ദ റിലവൻറ്റ് കീ ഈസ് നോൺ. അതായത് പബ്ലിക് കീ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാനോ ഡിക്രിപ്റ്റ് ചെയ്യാനോ കഴിയും. ദെൻ അതായത് ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഡയറക്ഷനിൽ മാത്രം ഡിസേബിൾ ആയിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് കഴിയും. ദെൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രണ്ട് റിലേറ്റഡ് കീസാണ് നിങ്ങൾ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് എൻക്രിപ്ഷൻ ഇപ്പം പബ്ലിക് കീ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രിപ്ഷന് പ്രൈവറ്റ് കീ യൂസ് ചെയ്യാം. ദെൻ എൻക്രിപ്ഷന് പ്രൈവറ്റ് കീ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രിപ്ഷന് പബ്ലിക് കീ യൂസ് ചെയ്യാം. അപ്പം ഇത് രണ്ടും ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീക്രസിയെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് സോഴ്സ്, ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് സോഴ്സ് എയുടെ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് സോഴ്സ് ബിക്കാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻക്രിപ്ഷനായിട്ട് ഇത് മെസ്സേജ് ബിക്കല്ലേ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു കീ യൂസ് ചെയ്യണം. ആ കീ എന്ന് പറയുന്നത് നമ്മളുടെ കീ പെയർ സോഴ്സ് എന്നുള്ള ഈ ബിയുടെ പബ്ലിക് കീ ആയിരിക്കും. അതുകൊണ്ടാണ് കീ യു എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി പബ്ലിക് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. KUB എന്ന് പറയുമ്പോൾ ബിയുടെ പബ്ലിക് കീ എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സോഴ്സ് എക്സ് എന്ന് പറയുന്ന മെസ്സേജിനെ ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എൻക്രിപ്റ്റ് ചെയ്യുന്നു. സോ ഈ മെസ്സേജിനെയാണ് ഇവിടെ
ബിയിലേക്ക് എത്തുമ്പം എന്ത് ചെയ്യും, അതിനെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് അത് എന്ത് ചെയ്യും, ബി അവരുടെ സ്വന്തം പ്രൈവറ്റ് കീ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ബിയുടെ പ്രൈവറ്റ് കീ എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് KRB എന്ന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്രൈവറ്റ് കീ ഓഫ് ബി. സോ ഡിക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഒറിജിനൽ മെസ്സേജ് എക്സ് അതിന് എടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സീക്രസി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിപ്റ്റനാലിസിസ് അനലിസ്റ്റുകൾ ഈ ഒരു കീ പലതരം കീ പെയേഴ്സ് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും നമ്മളെ ഒറിജിനൽ കീ എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒറിജിനൽ മെസ്സേജ് എന്താണെന്നോ അനലൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ പ്രൈവറ്റ് കീ, ഇപ്പം ബിയുടെ പ്രൈവറ്റ് കീ അതിന് മാത്രമേ അറിയുള്ളൂ, മറ്റൊരാൾക്കും അത് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ബിയുടെ പബ്ലിക് കീ എല്ലാവർക്കും, ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ബിയുടെ പബ്ലിക് കീ അറിയായിരിക്കും. അപ്പോൾ പബ്ലിക് കീയിൽ ആക്സസ് ഉണ്ട്, പക്ഷെ പ്രൈവറ്റ് കീയിൽ ആക്സസ് ഇല്ലാത്തടത്തോളം ഈ ക്രിപ്റ്റോ അനലിസ്റ്റിനും ഈ കീ അനലൈസ് ചെയ്യാനും അതിൻ്റെ പ്രൈവറ്റ് കീ മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ക്രിപ്റ്റോ സിസ്റ്റം. ഓതൻറ്റിക്കേഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് എ എന്ന് പറയുന്ന ഡിവൈസ് അതിന് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ ബി ഈ പറയുന്ന ആളുടെ ഓതൻറ്റിക്കേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എയുടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിക്രിപ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് മെസ്സേജ് എക്സ് എന്ന് പറയുന്ന മെസ്സേജ് എ എന്ന് പറയുന്ന ഡിവൈസ് എന്ത് ചെയ്യുന്നത്, സം ഓതൻറ്റിക്കേഷൻ ആണ്. അതായത് ഇത് കറക്റ്റ് ആളാണെന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുവാണ് എ എന്ന് പറയുന്ന ഡിവൈസ്. സോ അതിനായിട്ട് അത് എക്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ജനറേറ്റ് എ സൈഫർ ടെക്സ്റ്റ് വൈ എന്ന് പറയുന്ന സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സൈഫർ ടെക്സ്റ്റിനെയാണ് റിസീവർ സൈഡിലേക്ക് അയച്ചു കൊടുക്കുന്നത്. സോ റിസീവർ എന്ത് ചെയ്യണം, ഡിക്രിപ്റ്റ് ചെയ്യണം. സോ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് അതിനൊരു കീ ആവശ്യമുണ്ട്. ഈ കീ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഡിക്രിപ്റ്റ് ചെയ്യുക. സോ ഡിക്രിപ്റ്റ് ചെയ്യുമ്പം അതിന് ഒറിജിനൽ എക്സ് എന്ന് പറയുന്ന മെസ്സേജിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, എ എന്ന് പറയുന്ന ആ ഒരു സെൻഡറിനെ കറക്റ്റായിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നും പറയാം. അപ്പോൾ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പം, ഇപ്പം എൻക്രിപ്ഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് കീ ഉപയോഗിക്കുന്നെങ്കിൽ ഡിക്രിപ്ഷന് പബ്ലിക് കീ യൂസ് ചെയ്യണം. എൻക്രിപ്ഷന് പബ്ലിക് കീ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്രിപ്ഷന് പ്രൈവറ്റ് കീ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. സപ്പോസ് എക്സ് എന്ന് പറയുന്ന മെസ്സേജിനെ ആദ്യം എന്തോ ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് പബ്ലിക് കീ ഓഫ് ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, വൈ എന്ന് പറയുന്ന മെസ്സേജ് ജനറേറ്റ് ചെയ്തു. ഇനി അതാണ് സീക്രസിക്ക് വേണ്ടി ചെയ്തത്. ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഈ വൈ എന്ന് പറയുന്ന മെസ്സേജിനെ എഗെയിൻ എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് പബ്ലിക് കീ ഓഫ് ബി. ഓക്കെ, ബിയുടെ പബ്ലിക് കീ വെച്ചിട്ട്. ഓക്കെ, അപ്പം ആദ്യം എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു ഓതൻറ്റിക്കേഷന് വേണ്ടി. സീക്രസിക്ക് വേണ്ടിയിട്ട് ഈ കിട്ടിയ മെസ്സേജിനെ എഗെയിൻ ബിയുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഇസഡ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടിയത്. ഇനി നമ്മൾ റിസീവർ സൈഡിൽ എന്താ ചെയ്യുക, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വരുന്ന മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യണം. വരുന്ന മെസ്സേജിനെ ആദ്യം ഡിക്രിപ്റ്റ് ചെയ്യുക. ബി അതിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത് നോക്കും. അതായത് വരുന്ന മെസ്സേജിൻ്റെ സീക്രസി ആദ്യം ചെക്ക് ചെയ്യും. സീക്രസി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് എന്ത് ചെയ്യണം, അതിനെ വീണ്ടും ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യണം. ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യാനായിട്ട് എയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് നോക്കും. എയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എഗെയിൻ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒറിജിനൽ മെസ്സേജ് എക്സ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടി. സോ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം സീക്രസിയും അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷനും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് കീയുടെ ആപ്ലിക്കേഷൻസ് മെയിനായിട്ടും എൻക്രിപ്ഷൻ, ഡിക്രിപ്ഷൻ, സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിജിറ്റൽ സിഗ്നേച്ചർ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. കീ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പബ്ലിക് കീ ആപ്ലിക്കേഷൻ മെയിനായിട്ടും ഈ 3 ക്ലാസിഫിക്കേഷനായിട്ട് പറയാം നിങ്ങൾക്ക്. എൻക്രിപ്ഷൻ, ഡിക്രിപ്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, കീ എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്ന്, അപ്പോൾ ഇതിൻ്റെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഇതിലും എന്ത് തന്നെയാണ്, നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ എക്സോസ്റ്റീവ് സെർച്ചിലൂടെ എല്ലാ കീ പേയേഴ്സും ട്രൈ ഔട്ട് ചെയ്തിട്ട് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുക. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആയിട്ടുള്ള നമ്പർ ഓഫ് കീസ് ആണ്. ഗ്രേറ്റർ ദാൻ 512 ബിറ്റ്സിനെക്കാളും ഹയർ ആയിട്ടുള്ള കീ സൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കമ്പ്യൂട്ടേഷണലി പവറുള്ള ഒരു സിസ്റ്റത്തിന് മാത്രമേ ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇത് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ക്രിപ്റ്റനാലിസിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഈ എൻക്രിപ്ഷനും
ഡിക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും എൻക്രിപ്ഷനും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ കീ സൈസിൻ്റെ ആയാലും അതുപോലെ എൻക്രിപ്ഷൻ്റെ അൽഗോരിതംസ് ആയാലും ഒരു ക്രിപ്റ്റ് അനാലിസിസിന് അനലിസ്റ്റുകൾക്ക് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ലാർജ് നമ്പേഴ്സ് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കീ സിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പബ്ലിക് കീ സിസ്റ്റംസ് കുറച്ചുകൂടി സ്ലോ ആണ്. കാരണം ഇവിടെ നമ്മൾ കുറച്ചുകൂടി നമ്പർ ഓഫ് കീസും കൂടുതലാണ്, ലാർജ് നമ്പർ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്.